ഹലോ കൂട്ടുകാരെ, അപ്പം നല്ല സൂപ്പറായിട്ടൊരു ചൂരക്കറി നമുക്ക് റെഡിയാക്കിയാലോ. അപ്പം നമ്മൾ അങ്ങനെ ചൂരയെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂരക്കറി വെക്കാനൊക്കെ ആയിട്ട് പോകണം. അപ്പം ഞാനല്ല വെക്കുന്നത്. അപ്പോൾ വെക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖം കാണിക്കണ്ട നീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ മുഖം കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വലിയുള്ളിയും അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള ഉണ്ടമുളകും പിന്നെ നമ്മുടെ ഇഞ്ചിയുടെ പേസ്റ്റുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കി അവർക്ക് തണ്ണിമത്തങ്ങ വേണമെന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അതെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഒരു ഉപകാരമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾ എന്തായാലും അടുക്കള കുക്ക് ചെയ്യുവാണ്. അപ്പം ഞാൻ ചുമ്മാതെ വായി നോക്കി അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പം ഞാൻ കരുതി അത് പിള്ളേർക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ അതൊക്കെ മുറിച്ച് കൊടുത്ത് പിള്ളേർ ഹാപ്പി ആയിട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചട്ടി ചൂടായ ഉടനെ തന്നെ എണ്ണയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുറച്ച് ഉലുവയൊക്കെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഉണ്ടമുളകും അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടേക്കുവാണ്. പിന്നെ നമ്മുടെ ഇഞ്ചിയുടെ പേസ്റ്റിൻ്റെ അകത്ത് ഒട്ടുമില്ലായിരുന്നു. പിന്നെ അത് ഞെക്കിപ്പിഴിഞ്ഞാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തത് തന്നെ. പിന്നെ ആവശ്യത്തിനുള്ള മുളകും അതുകൊണ്ട് തന്നെ പിന്നെ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പുമാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം അവളുടെ ഒരു കണക്കനുസരിച്ചാണ് അവൾ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ അതെല്ലാം ഒന്ന് വരണ്ട് വന്ന ഉടനെ തന്നെ പിന്നെ പുളിയാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ പിന്നെ അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഈ ഒരു പൊടിവകകളെല്ലാം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം ഇട്ട ഉടനെ തന്നെ ഞാൻ അതിൻ്റെ കീഴിൽ പോയി നിന്ന് വീഡിയോ എടുക്കുന്ന കാരണം എൻ്റെ മൂക്ക് കിടന്ന് പോയാൻ തുടങ്ങി ഒരു 5-6 വട്ടം തുമ്മുവാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ നല്ല രീതിയിൽ അതൊന്ന് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ പിന്നെ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് നല്ല രീതിയിലൊന്ന് തിള വന്നതിന് ശേഷമാണ് മീനൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു തിളയൊക്കെ വന്ന ഉടനെ തന്നെ അവൾ ആ ഒരു മീനെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചേറെ മീനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു തലയെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചൂരയൊക്കെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ട് നല്ല കുറച്ച് ചീനിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് അല്ലേ. ഇത് ചീനിയും വൈകുന്നേര സമയമാണെങ്കിൽ ചീനിയും നമ്മുടെ കട്ടൻ കാപ്പിയൊക്കെ അതൊക്കെ കുടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ അങ്ങനെയൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ ചൂരക്കറി വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടവും ഇങ്ങനെയൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു ചൂരക്കറിയൊക്കെ വെക്കുന്നതല്ലേ. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ട് അവൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ എടുത്ത് അങ്ങനെയല്ല അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ആ ഒരു അടപ്പും വെച്ചിട്ട് അടച്ച് കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് തിളയൊക്കെ വന്ന് നല്ല മണമായിരുന്നു. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല സാറേന്ന് പറഞ്ഞ രീതിക്ക് നല്ല സൂപ്പർ മണമായിരുന്നു കേട്ടോ ആ ഒരു ചൂരക്കറി തിളച്ച് വന്നപ്പോൾ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഞാനിത് തിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.